നമസ്കാരം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മലൈക്കോട്ടെ വാലിബന്റെ ടീസർ വന്നിരിക്കുകയാണ്. PS റഫീഖാണ് ചിത്രത്തിന്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരി, മോഹൻലാൽ ഈ പറയുന്ന എലമെന്റുകളാണ് ഈ ഒരു ചിത്രത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നത്. 2022 ചിത്രം അനൗൺസ് ചെയ്യുന്നത്. 2023 തുടക്കത്തിൽ തന്നെ ഇതിന്റെ ചിത്രീകരണം ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ ജയ്സൽമീറിലാണ് ഇതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മുഴുവൻ എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന നടൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് മലൈക്കോട്ടെ വാലിബൻ എന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടിയായിരിക്കാം. കാരണം അത്രയധികം എഫേർട്ട് ഇടേണ്ട ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു പീരിയഡ് ഡ്രാമയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഗുസ്തിക്കാരന്റെ വേഷമാണ് ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒട്ടും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഇതിന്റെ ടീസറിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടീസർ ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ ടീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഈ ഒരു ടീസർ വളരെ ഫ്രഷ് ആയിട്ട് ഈ ഒരു വീഡിയോ റിയാക്ഷന്റെ ഭാഗമായിട്ട് കാണാമെന്ന് വിചാരിച്ചു. സരിഗമ മലയാളം ചാനലിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. മുൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് ആണ് മലൈക്കോട്ടെ വാലിബൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി മധു നീലകണ്ഠനാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രങ്ങളുടെ ടീസർ, ട്രെയിലർ അതൊക്കെ മുന്നേ തന്നെ കാണുന്ന ആളുകൾക്കറിയാം. ഒന്നും വിട്ടു പറയില്ല. നമുക്ക് സിനിമ കാണാതെ അതിൻ്റെ ഒരു ധാരണ പോലും കിട്ടില്ല. അല്ലെങ്കിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡീകോഡിംഗ് സ്പെഷ്യലിസ്റ്റുകളൊക്കെ ചെയ്യുന്ന വീഡിയോസ് നോക്കി കാണേണ്ടി വരും. എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ ബോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇതാണ് സിനിമ, ഇതായിരിക്കും ഈ ഒരു സിനിമയിൽ വരുന്നത്. പിന്നെയും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ സിനിമകളാണ് ആ ഒരു കാര്യത്തോട് ഇത്തിരിയെങ്കിലും ഒരു നീതി പുലർത്തുന്നത്. ട്രെയിലറിനകത്തോ ടീസറിനകത്തോ വലിയ കാര്യങ്ങൾ പുറത്തേക്ക് വിടില്ല. അതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രസമില്ല. ട്രെയിലറിൽ കണ്ടത് തന്നെ നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് അത്ര ഒരു ഫീൽ കിട്ടില്ല. മലൈക്കോട്ടെ വാലിബൻ മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേയധികം പടങ്ങൾ ഒരു മജോറിറ്റി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താത്ത രീതിയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്ര സമീപനം, ആ ഒരു കഥയുടെ സെലക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവ് നടത്തേണ്ട ചിത്രമായിട്ട് തന്നെ മലൈക്കോട്ടെ വാലിബനെ ആളുകൾ കരുതുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിലെ ഗെറ്റപ്പ് ഒന്നും പറയണ്ട, ഹാപ്പിയായി, അത്രമേൽ ഹാപ്പിയായി. അമ്മാതിരി പ്രതീക്ഷകൾ നൽകുന്ന ഒരു ഗെറ്റപ്പ് ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ലിജോ ജോസ് ചിത്രങ്ങളിലെ സ്ഥിരം ക്രൂ തന്നെയാണ്. ഇവൻ പോസ്റ്റർ ഡിസൈൻസിലുള്ള ഓൾഡ് മോങ്ക് അടക്കമുള്ള ആ ഒരു സ്ഥിരം ക്രൂ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ടിനു പാപ്പച്ചൻ ഈ ഒരു ചിത്രത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ പ്രധാന രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. ഒരു വർഷം എടുത്തു ഇതിന്റെ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾക്ക് എന്ന് എനിക്ക് തോന്നുന്നു. 2022 ജനുവരിയിൽ അനൗൺസ് ചെയ്ത ചിത്രമാണ്. 2023 ജനുവരിയിലാണ് ചിത്രത്തിന്റെ ആദ്യഘട്ട ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അടുത്ത ജനുവരി 2024 ജനുവരി 25-നാണ് ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ആ ഒരു ചിത്രം കാത്തിരുന്നത് പോലെ അടുത്ത കാലത്തൊന്നും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ആളുകൾ കാത്തിരുന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പ്രശാന്ത് പിള്ളയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സ്ഥിരം ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും വർക്ക് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും ഈ ഒരു ചിത്രത്തിലെ ചില പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകളുമായിട്ട് മലൈക്കോട്ടെ വാലിബന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കാം. ടീസർ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.